ദയവായി തുടരുക. ഇപ്പോൾ ടി കെ രാജ്മോഹൻ NIA മുൻ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജ്മോഹൻ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. PFIയുടെ 67.03 കോടിയുടെ സ്വത്തുക്കൾ കൂടി ഇപ്പോൾ ED കണ്ടുകെട്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കണ്ടുകെട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ പുറമെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഇതാ 67.03 കോടിയുടെ സ്വത്തുക്കൾ കൂടി ED കണ്ടുകെട്ടി എന്നുള്ള വിവരം വരുന്നത്. എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് SDP എന്നുള്ള സംഘടന അവരുടെ സ്റ്റാൻഡ് എന്താണെന്നും അവർക്ക് PFI ആയിട്ടുള്ള ബന്ധം എന്താണെന്നും NDF ആയിട്ടുള്ള ബന്ധം എന്താണെന്നും ഒക്കെ പൊതുസമൂഹത്തിൽ അറിയാം, അന്വേഷണ ഏജൻസിക്ക് അറിയാം, ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ SDP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ഈ രാജ്യത്തുള്ള PFI കാര് ചെയ്യുന്നത് ഈ PFI-കാരുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറുകയാണ് ഈ ഒരു ബാൻ വന്നതിന് ശേഷം. അപ്പൊ സ്വാഭാവികമായിട്ടും SDP-യുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം ഇതിന്റെ തന്നെ ഒരു ഓഫ് ഷൂട്ടാണ്. പക്ഷെ SDP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയെ ബാൻ ചെയ്താൽ മതി, ചില സർട്ടൻ ഫോർമാലിറ്റീസ് ഉണ്ട് ഇന്ത്യൻ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരം. അപ്പൊ അതുകൊണ്ട് അതിനൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം. ശ്രീ രാജ്മോഹൻ ഒന്ന് ചോദിച്ചോളട്ടെ, ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ ED പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തിൽ വരുന്ന ഒരു കാര്യമുണ്ട്. ഈ PFIയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിൽ പോലും PFIയുടെ രാഷ്ട്രീയ മുന്നണിയായ SDP നടപ്പിലാക്കുന്നത് PFIയുടെ ആശയങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് തന്നെയല്ല ഈ കണ്ടുകെട്ടലിന് പിന്നിലും? തീർച്ചയായിട്ടും ഈ കണ്ടുകെട്ടലിന്റെ കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ കണ്ടുകെട്ടലൊക്കെ SDP-യുടെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ കർട്ടൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും PFIയുടെ എന്ത് കണ്ടുകെട്ടിയാലും അത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അത് എഫക്ട് ചെയ്യുന്നത് SDP-യെ തന്നെയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഈ തീവ്രവാദ സംഘടനകളെ നിരോധിക്കുന്നത് കൊണ്ട് ഇതുപോലെയുള്ള SDP PFI ബന്ധം അത് കൂടി പൊതുസമൂഹത്തിൽ വരുമ്പോഴാണ് ഈ അന്വേഷണ ഏജൻസിയുടെ ഇത്തരത്തിലുള്ള ഈ അറ്റാച്ച്മെന്റ് നടക്കുക, പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ലീഗൽ ആക്ഷൻ നടക്കുക. അപ്പൊ ഇതൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇപ്പം അന്വേഷണ ഏജൻസി ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. പക്ഷെ ബേസിക് ആയിട്ട് SDP-യെ നിരോധിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. അതിൽ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ വേണം. കൂടാതെ അതിന് ഈ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ടിലും ചില മാറ്റങ്ങൾ വരുത്തണം. അത്തരത്തിൽ ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായി നിരോധിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ SDP-യെ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. പക്ഷെ എന്നിട്ടും അന്വേഷണ ഏജൻസി ഈ PFI ആയിട്ടുള്ള ബന്ധങ്ങൾ, പഴയ NDF ആയിട്ടുള്ള ബന്ധങ്ങൾ, പഴയ സിമിക്കാരായിട്ടുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളിലൊക്കെ തെളിവുകളായി സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അറ്റാച്ച്മെന്റും ഇതുപോലെ പ്രോപ്പർട്ടി സീസ് ചെയ്യുന്ന നിയമ നടപടികൾ എടുക്കുന്നത്. ഇനിയും അത് ഇത്തരത്തിലുള്ള നടപടികളെ മുന്നോട്ട് പോകാൻ തന്നെ അന്വേഷണ ഏജൻസികൾ തയ്യാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഗ്രീൻ വാലി അക്കാദമി അടക്കമുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. 67 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ മറ്റോ നടന്നിരുന്നു എന്നായിരിക്കുമോ EDയുടെ കണ്ടെത്തൽ? താങ്കൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമോ? അല്ല, ഈ ഗ്രീൻ വാലി മലയാളം ഈ ഏരിയയിൽ നടക്കുന്നത് ഒരു കവേർട്ട് ആക്ടിവിറ്റിയാണ്. അതായത് ഓവേർട്ടായിട്ട് പുറത്ത് കാണത്തക്ക നിലയിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അവർ ചെയ്യില്ല. പക്ഷെ ഈ സ്വകാര്യമായിട്ട് പല കാര്യങ്ങളും ഈ രാജ്യത്തിനെതിരായിട്ടും പല തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ട് സാമീപ്യമുള്ളതും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ടുകെട്ടലുകൾ ഈ ആക്ടിവിറ്റി വളരെ വളരെ കുറക്കുക എന്ന് മാത്രമല്ല, അതിന് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് അതിന് നേരിട്ടുള്ള ഒരു കൺട്രോളും അവരുടെ ഒരു സൂക്ഷ്മതയിൽ മാത്രമേ കാര്യം മുന്നോട്ട് പോകുള്ളൂ. അതായത് ഈ സ്ഥലങ്ങളൊക്കെ കൃത്യമായി EDയുടെ കൺമുന്നിൽ തന്നെയായിരുന്നു അല്ലെ, EDയുടെ നിരീക്ഷണത്തിലായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും കുറെ കാലം ഗ്രീൻ വേലി നമുക്കറിയാം, അതുപോലെ തന്നെ ഈ പെരുമ്പാവൂരിലെ പല ആക്ടിവിറ്റി അറിയാം, ആലുവ ഭാഗത്തുള്ള പല ആക്ടിവിറ്റി അറിയാം. ഇതൊക്കെ വളരെ ക്ലോസ് മോണിറ്റർ ചെയ്യുന്ന അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്ന ഏരിയകളാണിത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഈ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വരുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല സ്ഥലങ്ങളുണ്ട്. അതുകൂടി ഈ ഇതിന്റെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എന്തായാലും വലിയ PFIക്കെതിരെ ED നീങ്ങുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 67 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഗ്രീൻ വാലി അക്കാദമി അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ SDP-യുടെ ഭൂമിയും കണ്ടുകെട്ടി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ വീണ്ടും നടപടി കടുപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.
മഞ്ചേരി ഗ്രീൻ വാലി അടക്കം 7 ജില്ലകളിൽ 67 കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകിട്ടിയത്. പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ്, ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, മലപ്പുറം പൂവഞ്ചിന ഹരിതം ഫൗണ്ടേഷൻ അടക്കമുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. തിരുവനന്തപുരത്തെ SDPIയുടെ ഭൂമിയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇതോടെ SDPI എന്ന പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ 131 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നാണിപ്പോൾ ED അറിയിച്ചിരിക്കുന്നത്. മനു ഭരത് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനു, എന്തായാലും SDPI നിയന്ത്രിച്ചിരിക്കുന്നത് PFI ആണ്. അത് കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിൽ പോലും SDPIയിലൂടെ PFIയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് തന്നെയായിരുന്നു EDയുടെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴിതാ ഈ ഒരു വീണ്ടുമുള്ള കണ്ടുകെട്ടലിലേക്ക് 67 കോടിയുടെ കണ്ടുകെട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ED കടുപ്പിച്ചിരിക്കുകയാണ് അല്ലേ? ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഈ പത്രക്കുറിപ്പ് വളരെ കൃത്യമായി പറയുന്നു. SDPI വാസ് മേജർലി ഡിപ്പെൻഡന്റ് ഓൺ PFI ഫോർ ഇറ്റ്സ് ഡേ ടു ഡേ ഫംഗ്ഷൻസ്, പോളിസി മേക്കിംഗ്, സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഇലക്ഷൻ, പബ്ലിക് പ്രോഗ്രാം, കേഡർ മൊബിലൈസേഷൻ എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. അതായത് SDPI പ്രധാനമായും PFIയെ ആശ്രയിച്ചിരുന്നു, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നു, നയരൂപീകരണത്തിന് ആശ്രയിച്ചിരുന്നു, തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് ആശ്രയിച്ചിരുന്നു, അതുപോലെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്, അണികളെ ഏകോപിപ്പിക്കുന്നതിന്, അത്തരം എല്ലാ പ്രവർത്തനങ്ങൾക്കും SDPI PFIയെ ആശ്രയിച്ചിരുന്നു എന്ന് ഈ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആണ് ഈ പണം വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് ഇത്തരത്തിൽ 131 കോടി രൂപ അല്ലാതെ സമാഹരിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ 28 നേതാക്കൾ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങോട്ടേക്ക് പണം അനധികൃതമായി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ 28 നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേന്ദ്രങ്ങളിൽ രഹസ്യമായ ആയുധ പരിശീലനം, ശാരീരിക പരിശീലനം, ലക്ഷ്യം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് എന്ന് ED പറയുന്നു. ഇതിൽ വളരെ കൃത്യമായി പറയുന്നത്, ദ പ്രൊസീഡിംഗ്സ് വെർ യൂസ്ഡ് ഫോർ ദ ഫർദറൻസ് ഓഫ് ക്രിമിനൽ കോൺസ്പിറസി ടു ക്യാരി ഔട്ട് വയലന്റ് ആൻഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ടു അച്ചീവ് ഗോൾ ഓഫ് ഫോമിംഗ് ആൻ ഇസ്ലാമിക് നേഷൻ എന്നാണ്. അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, രാജ്യത്ത് ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം കെട്ടിപ്പടുക്കുന്നതിന്, അതോടൊപ്പം രാജ്യത്തെ ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തെ പൂർണ്ണമായി തകർക്കുന്നതിന്, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും പൂർണ്ണമായി തകർക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് ഈ ED പുറത്തുവിട്ട ഈ രേഖ പറയുന്നു. അതോടൊപ്പം ഈ പണം വന്നത് അതിൻ്റെ മാർഗങ്ങൾ പറയുന്നു. മാത്രവുമല്ല, ഇതിൽ പലരും ഈ സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് സിമിയുമായി ബന്ധമുള്ളവരാണ്. സിമിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ ബന്ധമുള്ളവരാണ് എന്ന് പറയുന്നു. സിമി ബന്ധമുള്ളവർ പിന്നീട് PFI ആയി മാറി എന്ന ചിത്രം കൂടി ഈ വാർത്താക്കുറിപ്പ് നൽകുന്നു. ഇത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോട് ശേഷം ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു നിരോധനം, അതാണ് പിന്നീട് PFIയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് ED വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ NDF ശ്രീ രാജ്മോഹൻ, നേരത്തെ NIA ഉദ്യോഗസ്ഥരായിരുന്ന രാജ്മോഹൻ പറഞ്ഞതുപോലെ ഈ NDFൻ്റെ ഒരു പ്രവർത്തനം കൂടി വളരെ കൃത്യമായി ഈ രീതിയിൽ നടന്നിരുന്നു എന്ന് PFI അംഗങ്ങൾ അതിൻ്റെ കൂടി ഭാഗമായിരുന്നു. അവർ പലതരത്തിലുള്ള ട്രസ്റ്റുകൾ കേരളത്തിൽ പലയിടങ്ങളിലായി നടത്തി അവർക്ക് പലതരത്തിലുള്ള സ്വത്തുവകകൾ ഇതുവഴി സമ്പാദിക്കുകയും ചെയ്തു എന്ന് ഈ ED വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ PFI ആണ് SDPIക്ക് പണം നൽകിയിരുന്നത്. അത് ഒരു ശരിയായ രീതിയിൽ ബാങ്കിങ് ഇടപാടുകൾ വഴിയല്ല, അത് കണക്ക് കാണിക്കാതെ രഹസ്യമായി ഇത്തരം പണം നൽകിയതായി ED മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടികൾ, ഈ ED കണ്ടെടുത്തിട്ടുള്ള പ്രോപ്പർട്ടികൾ പല ആളുകളുടെ വ്യത്യസ്ത ട്രസ്റ്റുകളുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്താണ് ഇവർ സംരക്ഷിക്കുന്നത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. മാത്രമല്ല, ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പെർട്ടൈനിങ് ടു ദീസ് പ്രോപ്പർട്ടീസ് ആർ സബ്ജക്റ്റഡ് ടു മെറ്റിക്കുലസ് ഓഡിറ്റ്സ് ആൻഡ് സിസ്റ്റമാറ്റിക്
ഫൈനാൻഷ്യൽ റെക്കോർഡിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി ഇ ഡി എടുക്കുന്നു. അതായത് ഈ വരുന്ന പണമൊക്കെ വളരെ ഇത് നിയമാനുസൃതമല്ല ഇതിൻ്റെ ക്രയവിക്രയം നടക്കുന്നതെങ്കിലും വളരെ കൃത്യമായി ഓഡിറ്റിന് ഒക്കെ വിധേയമാക്കിയിരുന്നു. ഇത് ഒരു കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് ഇതിന് മുന്നിൽ ഒരു ഏകോപനം ഉണ്ടായിരുന്നു എന്ന് ഇ ഡി വ്യക്തമാക്കുന്നു. അങ്ങനെ ഇതിൻ്റെ വില്ലേജ് താലൂക്ക് ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ബന്ധപ്പെട്ട സർവേ നമ്പറുകളെല്ലാം പരിശോധിച്ച് ഇതിൻ്റെ സെയിൽസ് ഡീൽസ് എല്ലാം പരിശോധിച്ച് കറണ്ട് മാർക്കറ്റ് വാല്യൂ എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇ ഡിക്ക് ഇതിലൊരു കൃത്യത വന്നത് എന്ന് പറയുന്നു. ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രധാനമായി നടന്നത് ഫിസിക്കൽ ട്രെയിനിങ് ആണ് എന്ന് പറയുന്നു. മാത്രമല്ല ഇത് ശ്രീ രാജ്മോഹൻ സൂചിപ്പിച്ചതുപോലെ ഒരു കവേർട്ട് ആക്ടിവിറ്റിക്കും ഒരു രഹസ്യാത്മക പ്രവർത്തനങ്ങൾക്ക് ഈ കേന്ദ്രങ്ങൾ വളരെ ആസൂത്രിതമായി ഉപയോഗിച്ചു എന്നുകൂടി ഇ ഡി പറയുകയാണ്. തീർച്ചയായും PFIക്കെതിരെ ഇ ഡി നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ സംശയമില്ലാതെ ഇപ്പോൾ വ്യക്തമാകുന്നു. 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധിച്ച് ഉത്തരവിറക്കിയത്. 5 വർഷത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ PFIയെ നിരോധിച്ചത്. രാജ്യസുരക്ഷ, ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് PFIക്കെതിരെ നടപടി അന്ന് സർക്കാർ സ്വീകരിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനും 8 അനുബന്ധ സംഘടനകൾക്കും ഈ നിരോധനം ബാധകമാണ്. ഭീകരപ്രവർത്തന ബന്ധം ആരോപിച്ച് രാജ്യവ്യാപക റെയ്ഡ് നടത്തി രേഖകൾ അടക്കം പിടികൂടിയ ശേഷമായിരുന്നു നിരോധനം. 2 തവണയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തിയത്. കേരളത്തിലും NIA റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ PFI 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നത്. അനു ഭരതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.